ഹലോ, അപ്പോൾ എല്ലാ 9ാം ക്ലാസ് കൂട്ടുകാർക്കും ഓൺലൈൻ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നോബിൾ ഗ്യാസസിനെ കുറിച്ചാണ്. എന്താ നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെ അഥവാ എലമെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോബിൾ ഗ്യാസസ്. അതിൽ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ തുടങ്ങിയ എലമെൻസ് ആണ് ഉള്ളത്. അതിൽ നമ്മൾ ആദ്യത്തെ ആൾ ഹീലിയമാണ്. ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 ആണ്, കാരണം ഓൺലി 2 ഇലക്ട്രോൺസ് ആണ് ഹീലിയത്തിലുള്ളത്. നെക്സ്റ്റ് എഴുതുന്നത് ശ്രദ്ധിക്കുക, എല്ലാത്തിൻ്റെയും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നത് ശ്രദ്ധിക്കുക. ലാസ്റ്റ് 8 വരുന്നതായതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്തതിന് ശേഷം 18 എന്നുള്ള ഗ്രൂപ്പ് നമ്പറാണ് വരുന്നത്. അതിന് നമ്മൾ ഹീലിയത്തിനെ മാത്രം ഒരു എക്സെപ്ഷൻ കേസിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെയൊക്കെ ലാസ്റ്റ് ഇലക്ട്രോൺ ഒന്ന് നോക്കിയേ, അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളൊന്ന് നോക്കിയേ. 8 ആണ് വരുന്നത് അല്ലേ? എല്ലാവർക്കും 8 ആണ് വരുന്നത്. ഈ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണെങ്കിൽ അവരെന്തായിരിക്കും? എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. ഇറ്റ് ഈസ് ടു അറ്റൈൻ ദി സ്റ്റെബിലിറ്റി ദാറ്റ് ആറ്റംസ് ഓഫ് ഓൾ എലമെൻറ്റ്സ് അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ. ഇങ്ങനെ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ നോബിൾ ഗ്യാസ് മിക്കവാറും എന്തിൽ പങ്കെടുക്കാറില്ല? ഇതുപോലെയുള്ള കെമിക്കൽ റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കാറില്ല, ബിക്കോസ് അവർ സ്റ്റേബിൾ ആണ്. ഇനി നമുക്ക് ട്രാൻസിഷൻ എലമെൻസിനെ കുറിച്ച് പറയാം. ട്രാൻസിഷൻ എലമെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി എവിടുന്നാണ് കാണുന്നത്? 3rd ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെ ഉള്ളവരെയാണ് ട്രാൻസിഷൻ എലമെൻസ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ട്രാൻസിഷൻ എലമെൻസിനെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കോപ്പർ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, സിങ്ക് കേട്ടിട്ടുണ്ട്, അയൺ കേട്ടിട്ടുണ്ട്, അതുപോലെ പ്ലാറ്റിനം PT കേട്ടിട്ടുണ്ട്, Ag സിൽവർ, അതുപോലെ തന്നെ Au ഗോൾഡ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് എന്താണോ മെറ്റൽ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കണം. ഏറെക്കുറെ എന്താണ്, എല്ലാം മെറ്റൽസ് തന്നെ ആയിരിക്കും നമ്മളുടെ ട്രാൻസിഷൻ എലമെൻസിൽ വരുന്നത്. അപ്പോൾ നമ്മളെ ഒന്നാമത്തെ ഗ്രൂപ്പ് ഒന്ന് ശ്രദ്ധിച്ചേ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഹൈഡ്രജൻ അവിടെ വിട്ടേക്ക്. ബാക്കിയുള്ള ലിഥിയം, സോഡിയം ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ എന്താണ്? മെറ്റൽസ് ആണ്. നെക്സ്റ്റ് ബെറീലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം ഒക്കെ ശ്രദ്ധിച്ചാൽ അവരൊക്കെ മിക്കവാറും എന്ത് തന്നെയാണ്? മെറ്റൽസ് തന്നെയാണ് അല്ലേ? അതിനെയൊക്കെ വിട്ടിട്ട് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും വിട്ടിട്ട് നമ്മൾ 13th ഗ്രൂപ്പിലേക്കൊക്കെ പോവുകയെന്ന് വിചാരിക്കാം. 13th ഗ്രൂപ്പിലേക്കും 14th ഗ്രൂപ്പിലേക്കൊക്കെ പോകുന്ന സമയത്ത് കൂടുതലും അവിടെ കാണപ്പെടുന്നത് എന്താണ്? മെറ്റൽസ് അല്ല കാണപ്പെടുന്നത്, അത് നോൺ മെറ്റൽസ് ആയിട്ട് മെല്ലെ മെല്ലെ നോൺ മെറ്റൽസ് ഒക്കെ ആയിട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റലിൻ്റെ ഇടയിലും നോൺ മെറ്റൽസിൻ്റെ ഇടയിലും കിടക്കുന്ന കുറച്ച് എലമെൻസ് ആണ് നമ്മുടെ ട്രാൻസിഷൻ എലമെൻസ് എന്ന് പറഞ്ഞാൽ. ഈ ട്രാൻസിഷൻ എലമെൻസ് മിക്കവാറും എന്ത് തന്നെയാണ്? മെറ്റൽസ് തന്നെയാണ്. അങ്ങനെ ഈ ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നവരുടെ അടുത്തും നോൺ മെറ്റലിൻ്റെ അടുത്തും കിടക്കുന്നു. ദ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ലൈസ് ബിറ്റ്വീൻ മോർ മെറ്റാലിക് എലമെൻറ്റ്സ് ആൻഡ് ദി കമ്പാരിറ്റീവ്ലി ലെസ് മെറ്റാലിക് വൺസ്. ഓക്കെ, മെറ്റാലിക് സ്വഭാവം കൂടിയവരുടെയും കുറഞ്ഞവരുടെയും ഇടയിലാണ് ആര് കിടക്കുന്നത്? നമ്മുടെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് കിടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അതിന് ട്രാൻസിഷൻ എലമെൻറ്റ് എന്ന് പേര് വന്നത്? ഹൗ ഡു ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഗെറ്റ് ദെയർ നെയിം? നോക്കാം. They indicate a regular change or transition from more metallic elements of group 2 to less metallic element of group 13. അല്ലേ? 2-ലുള്ളവർക്ക് മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണ്, 13-ലുള്ളവർക്ക് കുറവുമാണ്. അപ്പോൾ ആ 2-ൽ നിന്ന് 13-ലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ഒരു ട്രാൻസ്ഫർ കാണിക്കുന്നതുകൊണ്ടാണ് നമുക്കിതിനെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ നോബിൾ ഗ്യാസും ട്രാൻസിഷൻ എലമെൻറ്റ്സും നന്നായി ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. താങ്ക്